അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ കല്യാണ ദിവസമൊക്കെ ഏകദേശം അടുക്കാനായി. നമ്മുടെ ഷാജഹാനിക്ക ഫായിസിനോട് പറഞ്ഞു, മോനെ, ഒരു പ്രധാന കാര്യം തീരുമാനിക്കാനുണ്ട്. ലൈല, നീയും ഇവിടെ വാ. മക്കളെ എല്ലാവരും വായോ. സുമിമോളും ഫായിസുമാണ് ഏറ്റവും പ്രധാനമായ ആ തീരുമാനം എടുക്കേണ്ടത്. കല്യാണത്തിന് ഇനി 3-4 ദിവസമേ ഉള്ളൂ. അതിനിടെ നമ്മൾ വിട്ടുപോയ ഏറ്റവും ഒരു പ്രധാന കാര്യമുണ്ട്. അതായത് മുനീർ ഇതുവരെ സുമിയെ മൊഴി ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വേണ്ടപ്പെട്ട 3-4 പേരെ വിളിച്ച് മുനീറിൻ്റെ അടുത്ത് ചെന്ന് അവനെ കൊണ്ട് ആ ഒരു കാര്യം എന്തായാലും പെട്ടെന്ന് തന്നെ തീരുമാനിക്കണം. ഇന്ന് തന്നെ കഴിയുമെങ്കിൽ ഇന്നു തന്നെ അവൻ്റെ മഹലിൽ പോയി ഉസ്താദിൻ്റെ, അവിടുത്തെ പള്ളി കമ്മിറ്റിയിലെ ഉസ്താദിൻ്റെയും പള്ളിയിലെ ഉസ്താദിൻ്റെയും എല്ലാവരെയും മധ്യത്തിൽ വെച്ച് ആ ഒരു കാര്യം നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ ആ ഒരു മൊഴി ചൊല്ലാത്തിടത്തോളം കാലം നമുക്ക് ഈ വിവാഹം നടന്നാൽ ഒരു സമാധാനമുണ്ടാവില്ല. കാരണം ഒരാൾ മൊഴി ചൊല്ലാത്ത പെണ്ണിനെ മറ്റൊരാൾ വിവാഹം കഴിച്ചിട്ട് പിന്നീട് വല്ല അവകാശവും പറഞ്ഞ് വരികയാണെങ്കിൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഫായിസ് പറഞ്ഞു, ഉപ്പ, ഞാനും സുമിയും ഈ കാര്യം നിങ്ങളോട് അങ്ങോട്ട് പറയാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ സുമിയും പറഞ്ഞു, ഉപ്പ, എനിക്കും മനസ്സമാധാനത്തോടു കൂടി മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എൻ്റെ തലയിൽ നിന്നും ആ ഒരു ബാധ്യത ഒഴിഞ്ഞു കിട്ടണം. കാരണം മാനസികമായി എന്നോ ഞാൻ ഉപേക്ഷിച്ച ബന്ധമാണ് അത്. ഇനി ബാക്കിയുള്ള കടമ കൂടി ആ ഒരു വാക്കിലൂടെ, അതായത് അദ്ദേഹം എന്നെ മൊഴി ചൊല്ലിയാൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും ഒഴിവായി കിട്ടും. എങ്കിൽ മാത്രമേ മനസ്സമാധാനത്തോടു കൂടി എനിക്കൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഷാജഹാനിക്ക് പറഞ്ഞു, മോനെ, നീ എന്തായാലും പോരേണ്ട. ഞാനും അതുപോലെ തന്നെ. ഇപ്പോൾ അബൂബക്കറിന് നടക്കാൻ കഴിയുമല്ലോ, അബൂബക്കറിനെയും കൊണ്ടുപോയിക്കൊള്ളാം. അദ്ദേഹമല്ലേ സുമിയെ അവന് കൈപിടിച്ച് കൊടുത്തത്. അപ്പോൾ അവൻ തന്നെ പറഞ്ഞാൽ അതിന് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമായിക്കോളും. അതുകൊണ്ട് തന്നെ ഞാനും അബൂബക്കറും പിന്നെ ഇവിടെ നിന്ന് വേണ്ടപ്പെട്ട 1-2 പേരും കൂടി അവൻ്റെ അടുത്ത് ചെന്ന് ഞങ്ങൾ ആദ്യം പള്ളി കമ്മിറ്റിയിൽ ചെന്ന് പറയും. അതിൻ്റെ ശേഷം അവനെ അങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും ആ ഒരു കർമ്മം കൂടി ചെയ്തു തീർക്കാൻ, വിവാഹത്തിന് മുൻപ് ചെയ്തു തീർക്കാൻ വേണ്ടിയുണ്ട്, അതിനുവേണ്ടി അദ്ദേഹം പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം നമ്മുടെ ഷാജഹാനിക്ക അബൂബക്കറിക്കയെയും വിളിച്ചുകൊണ്ട്, പിന്നെ അവിടെ നിന്നും കാര്യപ്പെട്ട 2-3 പേരെയും വിളിച്ചുകൊണ്ട് നമ്മുടെ മുനീറിൻ്റെ വീടിൻ്റെ അടുത്തുള്ള, അതായത് നമ്മുടെ അബൂബക്കറിക്കാൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ ചെന്ന് അവിടെയുള്ള പ്രധാനപ്പെട്ട മൂല്യരും പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളെയും വിളിച്ചു വരുത്തി. അബൂബക്കറിക്കാനെ പിന്നെ അദ്ദേഹത്തിൻ്റെ നാടായതുകൊണ്ട് അവിടെ എല്ലാവർക്കും പരിചയമുണ്ട്. അദ്ദേഹം തന്നെ ആ കാര്യം അവിടെയുള്ളവരുമായി കൂടി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊരു പ്രധാന കാര്യത്തിന് വേണ്ടി വന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ ഇത്രയും ദിവസത്തിനുള്ളിൽ എൻ്റെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം. എൻ്റെ മരുമകൾ, അവളെ എൻ്റെ മോൻ ഉപേക്ഷിച്ചു. അപ്പോൾ അവളെ ഇനിയൊരു പുതിയ ജീവിതത്തിലേക്ക് അവളെ കല്യാണം കഴിച്ച് വിടണമെങ്കിൽ എൻ്റെ മകൻ അവളെ മൊഴി ചൊല്ലണം. അത് ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഉസ്താദേ, ഇവിടെ നിന്നും അവനെ നമ്മൾ വിളിച്ചു വരുത്തി നിങ്ങളുടെ മധ്യസ്ഥതയിൽ തന്നെ ആ ഒരു കാര്യം ചെയ്യണം. അതുകൊണ്ട് ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും അവിടെ കൂടിയവരെല്ലാം പറഞ്ഞു, എന്തായാലും അബൂബക്കറെ, നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അവന് വേണ്ടാത്തത് കൊണ്ടല്ലേ നിൻ്റെ മരുമകളെ അവൻ ഉപേക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി അവൻ ആ ഒരു കാര്യം ചെയ്താൽ മാത്രമേ നിങ്ങൾക്കും നല്ല രീതിയിൽ നിങ്ങളുടെ മകളെ കെട്ടിച്ചു വിടുന്നിടത്തൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹം നമ്മുടെ സുമിയുടെ ഉപ്പായോട് പറഞ്ഞു. അതുപോലെ തന്നെ അബൂബക്കറിക്കാനോടും പറഞ്ഞു. അങ്ങനെ ഫായിസും
അതേപോലെ തന്നെ നമ്മുടെ റഹീമയും അവരുടെ റൂമിൽ ഇനി എന്ത് എന്നുള്ള കാര്യങ്ങളുടെ ഓരോ ചർച്ചയിലായിരുന്നു. ആ സമയത്താണ് അവൻ്റെ ഫോൺ ബെല്ലടിച്ചത്. ഫോൺ എടുത്തു നോക്കിയതും അവൻ അതിൽ ഉപ്പാൻ്റെ നമ്പർ തെളിഞ്ഞതും സന്തോഷം കൊണ്ടും ആശ്ചര്യം കൊണ്ടും നമ്മുടെ മുനീർ ആ കോൾ അറ്റൻഡ് ചെയ്തു. അവൻ വളരെ സന്തോഷപൂർവ്വം ഉപ്പാൻ്റെ ഫോൺ എടുത്തു. അവന് അത്രയും സന്തോഷം തോന്നാൻ കാരണം ഒരുപാട് കാലമായി അവൻ്റെ കുടുംബത്തിലുള്ള ആരുമായും അവനൊരു ബന്ധമുണ്ടായിരുന്നില്ല. ഉമ്മ എവിടെയാണെന്നറിയില്ല. അതുപോലെ തന്നെ ഉപ്പ ജുമാനയുടെ വീട്ടിലാണെന്ന് അവൻക്കറിയാം. പക്ഷേ എല്ലാം ഉപേക്ഷിച്ച് പോയ ഉപ്പാനെ വിളിക്കാനുള്ള ഒരു ധൈര്യം അവനുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവൻ്റെ 2 പെങ്ങന്മാരുണ്ട്. അവരോടാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവൻക്കറിയാം. അതുകൊണ്ട് അവരെ ബന്ധപ്പെടാൻ അവന് ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉപ്പ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അവൻ വളരെ സന്തോഷത്തോടുകൂടി ഹലോ അസ്സലാമലൈക്കും ഉപ്പ, നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും ദിവസം? എല്ലാം ഒറ്റ ശ്വാസത്തിൽ അവൻ ചോദിക്കുകയായിരുന്നു. അവൻ്റെ ആ ഒരു സന്തോഷവും ആ ഒരു വെപ്രാളവും കണ്ട് റഹീമ അവനെ ഇങ്ങനെ ഉപ്പയാണെന്ന് മനസ്സിലായതും അവനെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി അവളിങ്ങനെ നോക്കുകയായിരുന്നു. കാരണം കുറേ ദിവസമായിട്ട് ആരെയും ശല്യമില്ലാതെ സുഖിച്ച് അവിടെ കഴിയുകയാണല്ലോ. ഇനി ഇവൻ ഉപ്പായോടും ഉമ്മായോടും പെങ്ങന്മാരോടുമെല്ലാം ബന്ധം കൂടിയാൽ അവരെല്ലാം ഇവിടെ വന്നാൽ തൻ്റെ ഉള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമുണ്ട് റഹീമാക്ക്. തന്നെ അദ്ദേഹം ഫോൺ വിളിച്ചപ്പോൾ അവൾക്ക് ദേഷ്യം ഇങ്ങനെ ഇരച്ചു കയറുകയായിരുന്നു. അവൻ ഫോണിൽ ഇത്രയും കാര്യം പറഞ്ഞപ്പോഴേക്കും അബൂബക്കറിക്ക അവനോട് ചോദിച്ചു, കൂടുതൽ സംസാരിച്ച് നിൽക്കാനൊന്നും സമയമില്ല. നീ ഇപ്പോൾ എവിടെയാണ്? നീ പെട്ടെന്ന് തന്നെ നമ്മുടെ പള്ളിയിലേക്ക് വരണം. ഇവിടെ ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ മുനീർ ആകെ ബേജാറായിക്കൊണ്ട് പള്ളിയിൽ നിന്നോ? എന്തിനാണാവോ ഇപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറയുന്നത്? എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം എന്ന് പറഞ്ഞു. ഫോൺ വെച്ചതിൻ്റെ ശേഷം മുനീറിന് യാതൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. പടച്ച റബ്ബേ, എന്തിനാണ് ഇപ്പോൾ പള്ളിയിലേക്ക് എന്നോട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ റഹീമ ചോദിച്ചു, എന്താണ് കാര്യം? ആരാണ് വിളിച്ചത്? നീ ഉപ്പ എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് നിൻ്റെ ഉപ്പയാണെന്നാ. എന്തിനാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിൻ്റെ ഉപ്പയെല്ലാം വിളിച്ചിരിക്കുന്നത്? അവരെല്ലാം നിന്നെ ഉപേക്ഷിച്ച് നിന്നെയും നിൻ്റെ ഉമ്മാനെയും ഉപേക്ഷിച്ച് പോയതല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുനീർ ഒരാലോചനയോടെ പറഞ്ഞു, എന്തിനാണെന്നറിയില്ല, എന്നോട് പള്ളിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ എന്നെല്ലാം പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അബൂബക്കറിക്ക അവനോട് എന്താണ് കാര്യമെന്ന് പറയാതിരുന്നത്. ഇനി അതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വരാതിരുന്നാലോ, അവന് വിസമ്മതം പ്രകടിപ്പിച്ചാലോ എന്നെല്ലാമായിരുന്നു. കാരണം സുമി പറഞ്ഞിട്ട് നമ്മുടെ ഫായിസിനെ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറണമെന്ന് പറഞ്ഞ് മുനീർ കണ്ടിരുന്ന വിവരം സുമി പറഞ്ഞിട്ട് നമ്മുടെ അബൂബക്കറിക്കാക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കാര്യം അവനിൽ നിന്ന് മറച്ചു വെച്ചത് അവൻ ഇനി പിന്മാറിയാലോ അവിടേക്ക് വരാതിരുന്നാലോ എന്നെല്ലാം കരുതിയിട്ടാണ്. ഏകദേശം ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മുനീർ പള്ളിയിലെത്തിയപ്പോഴാണ് അവിടെ അബൂബക്കറിക്കയും അതുപോലെ തന്നെ ഷാജഹാനിക്കയും അതുപോലെ തന്നെ ഷാജഹാനിക്കായുടെ നാട്ടിലുള്ള കുറച്ച് പേര് 2-3-4 പേരെയും അങ്ങനെ പിന്നെ മുനീറിൻ്റെ തന്നെ നാട്ടിലുള്ള 1-2 കാര്യപ്പെട്ടവരെയെല്ലാം നമ്മുടെ അബൂബക്കറിക്ക വിളിച്ചു വരുത്തിയിരുന്നു. അവരെയെല്ലാം കണ്ടപ്പോൾ തന്നെ മുനീറിന് ചെറുതായിട്ട് എന്തോ ഒരു പന്തികേട് മണത്തു. കാരണം അധികം ദിവസമില്ല അവന് ഇനി വിവാഹത്തിന് എന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് അവനിങ്ങനെ തോന്നി. എന്നാൽ അവൻ എല്ലാവരുടെയും മുന്നിൽ പെട്ടെന്ന് തന്നെ വന്ന് പെട്ടതുകൊണ്ട് തന്നെ പിന്നെ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു പഴുത് അവൻ തേടിയെങ്കിലും അതിനുള്ള അവസരം അവനുണ്ടായിരുന്നില്ല. അവനെ കണ്ടപാടെ നമ്മുടെ അബൂബക്കറിക്ക പറഞ്ഞു, നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് നിന്നെ ഞങ്ങൾ വിളിച്ചു വരുത്തിയത്. നിനക്കറിയാമല്ലോ, ഇത് എൻ്റെ കൂട്ടുകാരൻ ഷാജഹാനാണ്. അവൻ്റെ മകൻ ഇനി നിൻ്റെ ആദ്യ ഭാര്യയെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഇനി അതിന് അധിക ദിവസമില്ല എന്ന് നിനക്കറിയാമല്ലോ.
എന്തായാലും നീ അവളെ വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ചതാണ്. ഇനി എന്തായാലും നിനക്ക് അവളെ വേണ്ട. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നീ അവളെ ഇവിടെ വെച്ച് ഞങ്ങളുടെ എല്ലാം മുൻപിൽ വെച്ച് 3 ത്വലാഖും ചൊല്ലണം. എന്നാൽ മാത്രമേ അവൾക്ക് ഇനി പുതിയൊരു വിവാഹ ജീവിതത്തിലേക്ക് സമാധാനത്തോടു കൂടി ചെല്ലാൻ കഴിയുകയുള്ളൂ. നീ കുറച്ചു ദിവസം മുൻപേ ആ വിവാഹത്തിൽ നിന്നും പിന്മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ഫായിസിനെ പോയി ചെന്ന് കണ്ടതെല്ലാം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞാലും നീ അവളുടെ പിന്നാലെ നടന്ന് അവൾക്കൊരു ബാധ്യതയാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിന്റെ ആ ഒരു കടമ കൂടി നീ അങ്ങ് നിർവഹിച്ച് നീ അവളെ പൂർണ്ണമായും മൊഴി ചൊല്ലി ഉപേക്ഷിച്ചു. ഏതായാലും മനസ്സുകൊണ്ട് നീ അവളെ ഒരുപാട് മുൻപ് തന്നെ ഉപേക്ഷിച്ചതാണ്. ഇനിയിപ്പോൾ ഒരു നാവ് കൊണ്ടുള്ള ഒരു കടമ കൂടിയല്ലേ ഉള്ളൂ. അതുകൂടി ഇവിടെ ഞങ്ങളുടെ എല്ലാ മധ്യസ്ഥതയിൽ വെച്ച് നീ ചെല്ലണം എന്ന് പറഞ്ഞപ്പോൾ മുനീർ ആകെ ഞെട്ടിത്തരിച്ചു പോയി. കാരണം ഇത്രയും ദിവസം അവന് ചെറിയൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ 2 ദിവസം മുൻപ് അല്ലെങ്കിൽ തലേന്നെങ്കിലും സുമിയോട് പറഞ്ഞ് അവൻ്റെ അവസ്ഥയെല്ലാം പറഞ്ഞ് അവളിൽ നിന്നും ആ കല്യാണത്തിൽ നിന്നും പിന്മാറാൻ പറഞ്ഞ് തനിക്ക് ഇപ്പോഴും അവളെ ഇഷ്ടമാണ് എന്നെല്ലാം പറഞ്ഞ് എങ്ങനെയെങ്കിലും അവളെ മനസ്സ് മാറ്റിയെടുക്കണം എന്ന് ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. താൻ മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ തങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കും എന്നെല്ലാം വിചാരിച്ചപ്പോൾ അവന് മനസ്സുകൊണ്ട് ആകെ തകർന്നു പോയി. പക്ഷേ ഇത്രയും അധികം ആളുകളുടെ മുന്നിൽ വെച്ച് അവിടെ പള്ളിയിലും അതേപോലെ തന്നെ കാര്യപ്പെട്ട ആളുകളുടെ എല്ലാം മുൻപിൽ വെച്ച് താൻ എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞാൽ എല്ലാവരും കൂടി തന്നെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ബേജാറിൽ, കാരണം 2 ദിവസം മുൻപേ അവന് ഫായിസിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ ആ അടിയുടെ വേദന തന്നെ ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു രംഗം ആലോചിച്ചപ്പോൾ ഇനി ഇവിടെ നിന്നാൽ തൻ്റെ തടി കേടാവും. അതുകൊണ്ട് തന്നെ ഇനി സുമിയെ എന്നേക്കുമായി ഉപേക്ഷിക്കുകയല്ലാതെ ഒരു രക്ഷയുമില്ല എന്ന് കണ്ട് അവൻ ആ ആളുകളുടെയും പള്ളിയിലെ ഉസ്താദിൻ്റെയും എല്ലാവരുടെയും മുൻപിൽ വെച്ച് നമ്മുടെ സുമിയെ 3 ത്വലാഖും ചൊല്ലി മുനീറും സുമിയും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവിടെ വെച്ച് ഉപേക്ഷിക്കുകയായിരുന്നു. അവൻ അവിടെ നിന്ന് പോകാൻ നേരം അബൂബക്കറിക്കാനോട് പറഞ്ഞു, ഉപ്പാ, എനിക്ക് നിങ്ങളോട് തനിച്ച് സംസാരിക്കാനുണ്ട് എന്ന്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിന്റെ ഒരു വാക്കും ഇനി കേൾക്കേണ്ട. നീ നിന്റെ ഉമ്മാടെ കൂടിയിട്ട് നമ്മുടെ ജീവിതം തന്നെ, നമ്മുടെ കുടുംബം തന്നെ തകർത്തതാണ്. എനിക്ക് എല്ലാമായിരുന്ന എൻ്റെ സുമിമോളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നീ നഷ്ടപ്പെടുത്തിയതാണ്. ഇപ്പോൾ എവിടെ നിന്റെ പുതിയ ഭാര്യ? നീ അവളുടെ കൂടെ തന്നെ പോയി നിങ്ങൾ സുഖമായി കഴിഞ്ഞു. എന്നെ വെറുതെ വിട്ടേക്ക് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും നമ്മുടെ ജുമാനയുടെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്നും എല്ലാം തകർന്നവനെ പോലെയാണ് മുനീർ വീട്ടിലെത്തിയത്. കാരണം ഉമ്മയെ നഷ്ടപ്പെട്ടു, ഉപ്പയെ നഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ അവസാനമായി പ്രതീക്ഷയുണ്ടായിരുന്ന തൻ്റെ ഭാര്യയെയും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എല്ലാം തകർന്നവനെ പോലെ ആകെ ആടിയുലഞ്ഞു വരുന്ന അവനെ കണ്ടതും മുകളിലെ തൻ്റെ റൂമിൻ്റെ മുന്നിലുള്ള ആ ഒരു സ്റ്റെപ്പിലായിരുന്നു, ആ വാതിലിൻ്റെ ഡോറിൻ്റെ അവിടെയായിരുന്നു റഹീമ നിന്നിരുന്നത്. അവനിങ്ങനെ കോണിപ്പടി കയറി വരുന്നത് കണ്ടതും നമ്മുടെ റഹീമ ചോദിച്ചു, മുനീർ, എന്തുപറ്റി? നിനക്കെന്താ വയ്യേ? എന്താണ് എന്ന് ചോദിച്ചു. ഒരുവിധം അവൻ ആടിക്കുഴഞ്ഞ് മുകളിൽ ആ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിലായി എത്തി. അവരുടെ ബാക്കി കാര്യങ്ങൾ അവർ സംസാരിച്ചത് ആ റൂമിൻ്റെ ഡോറിന് മുന്നിൽ നിന്നുകൊണ്ട്, ആ കോണിപ്പടിയുടെ അവിടെ നിന്നുകൊണ്ടാണ്. റഹീമ ചോദിച്ചു, എവിടേക്കാണ് നീ ഓടിപ്പിടഞ്ഞു പോയത്? എന്താണ് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എന്നെ പള്ളിയിലേക്കാണ് വിളിച്ചത്. അവിടെ ഉപ്പയും അതുപോലെ തന്നെ പള്ളിയിലെ ഉസ്താദും പിന്നെ ആ ഉപ്പാൻ്റെ കൂട്ടുകാരൻ ഷാജഹാനൊക്കെയും ഉണ്ടായിരുന്നു, മുനീറിൻ്റെ ഉപ്പ. അതുകൊണ്ട് തന്നെ അവർ എന്നെ വിളിച്ചു വരുത്തിയത് എൻ്റെ ജീവിതത്തിലൊരു പ്രധാന തീരുമാനം എടുക്കാനായിരുന്നു. അവിടെ വെച്ച് അവർ സുമിയെ എന്നെക്കൊണ്ട് മൊഴിച്ചൊല്ലിപ്പിച്ചു. കാരണം വിവാഹത്തിന് മുൻപ് ആ ഒരു കാര്യം കൂടി ചെയ്തു തീർക്കണം എന്ന് അവർ നിർബന്ധം പിടിക്കുകയായിരുന്നു. അതെല്ലാം അവരുടെ നിർബന്ധത്തിന് മുൻപിൽ എനിക്ക് പിന്നെ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ വെച്ച് തന്നെ അവർ പിടിച്ച പിടിയാലെ എന്നെക്കൊണ്ട് മൊഴി ചൊല്ലിച്ചു. എനിക്ക് അവിടെ നിന്ന് പോരാനും കഴിഞ്ഞില്ല എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും റഹീമക്ക് മനസ്സിൽ
ഭയങ്കര സന്തോഷമായി, വളരെ ആശ്വാസമായി. അവൾ പറഞ്ഞു, ഹാവൂ, അതെന്താ, നല്ല കാര്യമല്ലേ, അങ്ങനെ ഒരു നല്ല കാര്യം സംഭവിച്ചു അല്ലേ. ഞാൻ ഇതിനാണ് നീ പോയതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ വരുമ്പോഴേക്ക് കുറച്ച് പായസം ഉണ്ടാക്കി വെക്കുമായിരുന്നു. എനിക്ക് സന്തോഷമായി. എന്തായാലും ആ ഒരു ബാധ്യത നിന്റെ തലയിൽ നിന്ന് ഒഴിവായിപ്പോയല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഇനി ആ ഒരു ബാധ്യത ഉണ്ടാവില്ലല്ലോ എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും മുനീർ ആകെ തകർന്നവനെ പോലെ നിൽക്കുമ്പോൾ ഇത് കണ്ട റഹീമക്ക് ദേഷ്യം ഇരച്ചു വന്നു. അവൾ പറഞ്ഞു, ആ, നിനക്ക് താല്പര്യമില്ലാതെ ആയിരിക്കുമല്ലേ നീ അവളെ ഉപേക്ഷിച്ചത്. നിനക്ക് ഇപ്പോഴും അവളിലാണല്ലോ അല്ലെങ്കിലും നിന്റെ കണ്ണ്. അവളായിരിക്കും ഇപ്പോൾ സൗന്ദര്യമെല്ലാം കൂടി. ഞാനാണെങ്കിലോ ആകെ നിന്റെ കൂടെ നിന്റെ ഈ ഒരു വയറ്റിലുള്ള ഈ ഒരു നശിച്ച കുഞ്ഞു വന്നതിൻ്റെ ശേഷം എൻ്റെ എല്ലാ സൗന്ദര്യവും എല്ലാ ഐശ്വര്യവും എല്ലാം നഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ നിനക്ക് എന്നേക്കാൾ ഇഷ്ടം അവളെ ആയിരിക്കുമല്ലോ. അവളുടെ കയ്യിലാണല്ലോ ഇപ്പോൾ എന്നേക്കാളും പണവും സൗന്ദര്യവും എല്ലാം. ഇനിയിപ്പോൾ നീ അവളെ ഉപേക്ഷിച്ചത് നിനക്കിഷ്ടമില്ലാതെ നിനക്ക് അവളെ വേണ്ടി വരുമല്ലേ. അവനെ ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞപ്പോൾ നമ്മുടെ മുനീറിനും ആകെ ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, റഹീമ, നീ ഇങ്ങനെ ഓരോന്ന് പറയാതെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഒരു ജോലിയും ഒന്നും ശരിയായിട്ടില്ല. ആകെ എല്ലാം കൂടി ഉമ്മയും ഉപ്പയും ഇവിടെ ആരുമില്ല. നമ്മൾ തനിച്ച്. ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയെന്ന് ആലോചിച്ച് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ കിടക്കുന്നു. നിൻ്റെ പ്രസവവും എല്ലാം നല്ല രീതിയിൽ നടത്തേണ്ടേ. ഒന്നും ആലോചിച്ച് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ സമയത്താണ് അവളുടെ ഒരു ഓരോരോ കുത്തിപ്പറച്ചിൽ എന്നും പറഞ്ഞുകൊണ്ട്, ഒന്ന് മാറി നിൽക്ക്, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് അവളെ പിടിച്ച് മാറ്റിയതേ ഉള്ളൂ റഹീമയെ കൈക്കൊണ്ട്. പക്ഷേ ആ ഒരു അവൻ്റെ ആ ഒരു ഷോക്കിൽ പെട്ടെന്ന് തന്നെ അവളെ പിടിച്ച് മാറ്റിയപ്പോൾ അവൾ ആ സ്റ്റെപ്പിൽ നിന്നും പൊതോ എന്ന് പറഞ്ഞ് ഉരുണ്ട് അടിയിലേക്ക് കമിഴ്ന്നടിച്ച് വീഴുകയായിരുന്നു. ഇത് കണ്ടതും മുനീർ ആർത്തട്ടഹസിച്ചുകൊണ്ട് റഹീമ എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ ഓടിയെങ്കിലും അവളെ പിടുത്തം കിട്ടുന്നതിന് മുൻപേ തന്നെ അവൾ സ്റ്റെപ്പിലൂടെ ഉരുണ്ട് വയറും അടിച്ച് നിലത്ത് വീഴൽ കഴിഞ്ഞിരുന്നു. റഹീമ മുനീർ എന്ന് വിളിച്ച് അട്ടഹസിച്ചുകൊണ്ട് കരയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആകെ രക്തത്തിൽ കുളിച്ച് അവളുടെ ഡ്രസ്സും അതുപോലെ തന്നെ അവളുടെ കാലുകളിലൂടെയെല്ലാം രക്തം ഒഴുകി വരുന്നുണ്ടായിരുന്നു. കാരണം വയറടിച്ച് നിലത്തേക്ക് കമിഴ്ന്ന് വീണതാണ് അവൾ. ആ വീഴ്ചയിൽ തന്നെ മുനീർ എന്നൊരിക്കൽ കൂടി വിളിച്ച് റഹീമയുടെ ബോധം മറയുകയും ചെയ്തു. അവളെയും രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അവളെയും പിടിച്ച് മുനീർ ആകെ വിറങ്ങലിച്ചു നിന്നു. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ അവൻ അവളെയും കോരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടുകയായിരുന്നു ഒരു വാഹനത്തിനായി. അങ്ങനെ അവൻ പോർച്ചിൽ കിടന്ന കാറിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് അവന് മനസ്സിലായത്, ഒരുപാട് ദിവസമായി പെട്രോൾ അടിക്കാതെ കാറിങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാർ ഒരിക്കലും സ്റ്റാർട്ടാകില്ല. അതുകൊണ്ട് തന്നെ അവൻ റോഡിലേക്ക് ഓടി പോകുന്ന ഒരു ടാക്സിക്ക് കൈകാട്ടി നിർത്തി റഹീമയെ കോരിയെടുത്ത് ആ ടാക്സിയിലേക്ക് കിടത്തി. വേഗം സിറ്റി ഹോസ്പിറ്റലിലേക്ക് വിടൂ എന്നും പറഞ്ഞുകൊണ്ട്, റഹീമ കണ്ണു തുറക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവൻ ആ കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഇരുന്ന് നിലവിളിച്ചുകൊണ്ട് റഹീമയെ കുലുക്കി വിളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ റഹീമ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ സിറ്റി ഹോസ്പിറ്റലിനെയും ലക്ഷ്യമാക്കിക്കൊണ്ട് കാർ കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു.